ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മാർക്കോ റിലീസായി. പടം കണ്ടു. പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുമല്ലോ. പക്ഷേ നമ്മുടെ പ്രതീക്ഷകളൊന്നും തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും തന്നെ ചിത്രത്തിൽ വന്നില്ല. പക്ഷെ അത് കുഴപ്പമില്ല, പടം നന്നായല്ലോ, നമുക്കത് മതി. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. മാർക്കോ കാണാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പടം കണ്ടതിന് ശേഷം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി പറയുന്നതിനിടയ്ക്ക് എങ്ങാനും സ്പോയിലർ വന്നു പോയാലോ അത് ചിലപ്പോൾ നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പടം കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഓലൊക്കെ ചക്ക വന്നില്ല, അതുതന്നെയാണ് പ്രധാന ഘടകം. കാരണം മൈക്കിളും ഈ ഒരു കഥയും തമ്മിൽ ഒട്ടും ചേരില്ല. ഈ ഒരു സ്റ്റോറി ലൈനിൽ മൈക്കിളിനെ കൊണ്ടുവന്നാൽ അത് ചിലപ്പോൾ ഭയങ്കര ബോറായി പോയേനെ. അതുകൊണ്ട് തന്നെ കൊണ്ടുവരാഞ്ഞത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. മിഖായേലും മാർക്കോയും രണ്ടും രണ്ട് തരമാണ്. അതുകൊണ്ട് തന്നെ മിഖായേൽ എന്ന കഥാപാത്രത്തെ ഇവിടെ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ചിത്രത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ മറ്റൊരു കാര്യമായിരുന്നു ചിത്രത്തിന്റെ ടൈലന്റ്. ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പടം കണ്ട 75% പേർക്കും മനസ്സിലായിട്ടില്ല എന്ന് തന്നെ തോന്നുന്നു. ടൈലന്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാലോ എന്തെല്ലാം അഭിപ്രായങ്ങളെ വരുന്നതെന്ന്. ചിലപ്പോൾ അത് തിരിയാത്തവർക്ക് ഉപകാരപ്പെട്ടേക്കാം. കാരണം എനിക്കും ചെറിയ കൺഫ്യൂഷൻ ടൈലന്റിന്റെ കാര്യത്തിലുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് ചിത്രത്തിന്റെ അവസാനം ഒരു ടൈലന്റ് വെച്ചിട്ട് ഒന്നെങ്കിൽ രണ്ടാം ഭാഗം വരും, അല്ലെങ്കിൽ ഇതിന് തുടർച്ചയായിട്ടും കഥകൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കാര്യം. ഒരു തരത്തിൽ ബോറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ചില പടങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ രണ്ടാം ഭാഗം വരാൻ വേണ്ടി നമ്മൾ തന്നെ കാത്തിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ KGF തന്നെ എടുക്കാം. KGF ഇപ്പോൾ 2, 3, 4 വന്നാലും നമ്മൾ അത് ഈഗർലി വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കും. അത് ആ ചിത്രത്തിന്റെ കഥയുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പ്രശാന്ത് നീലിനും ഉണ്ട് അവിടെ ഒരു പ്രാധാന്യം. പക്ഷെ മാർക്കോയിലേക്ക് വരുമ്പോൾ ആ ഒരു ടൈലന്റിന്റെ കാര്യത്തിൽ അവിടെ ഒരു ഇമ്പാക്ട് വന്നോ എന്നത് സംശയമാണ്. പടം ക്ലൈമാക്സ് വരെ നല്ലൊരു ഇതിൽ തന്നെ നിന്നിട്ട് ആ ഒരു ടൈലന്റിൽ നമുക്കൊരു പ്രത്യേകിച്ചൊരു എഫക്റ്റും തരാതെ തീർന്നു പോയൊരു അവസ്ഥയായിരുന്നു. ഒന്നെങ്കിൽ അവർക്ക് ഇച്ചിരൂടെ എന്താണ് സംഭവം ഒന്നുകൂടെ ഒന്ന് കാണിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇച്ചിരൂടെ ക്ലാരിഫൈ തരായിരുന്നു എന്തായിരിക്കും എന്താണ് എന്ന്. ഒരുപക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ച് നിൽക്കാൻ കൂടി തന്നെ ആയിരിക്കാം ഒന്നെങ്കിൽ അങ്ങനെ വെച്ചത്. അതെന്തെങ്കിലും ആവട്ടെ. പിന്നെ മാർക്കോയുടെ റിലീസിന് ശേഷം കണ്ട മറ്റൊരു കാര്യമാണ് വയലൻസ് ആഘോഷിക്കപ്പെടുമ്പോൾ എന്ന് പറയുന്ന കുറച്ച് ടോപ്പിക്സ്. വയലൻസ് മാർക്കോയിലൂടെയല്ല ആഘോഷിക്കപ്പെടാൻ തുടങ്ങിയത് എന്നത് മറ്റൊരു കാര്യം. മാർക്കോ അതിലൊരു ഭാഗം മാത്രമാണ്. സിനിമയെ നമ്മൾ കാണേണ്ട രീതിയിൽ കാണുകയാണെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്, ആ ഒരു രീതിക്ക് മാത്രമാണ് സിനിമയെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ചിത്രത്തിൻ്റെ ആദ്യ പോസ്റ്റർ തൊട്ട് തന്നെ, അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ ആദ്യ പ്രൊമോഷൻ്റെ ഭാഗം തൊട്ട് തന്നെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അണിയറ പ്രവർത്തകർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു എ റേറ്റഡ് ചിത്രമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ളൊരു മൂവി തന്നെ ആയിരിക്കും ഇതെന്ന്. അങ്ങനെയൊക്കെ തന്നെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചിത്രത്തിൽ വയലൻസ് ഉണ്ടായിരിക്കുമെന്ന്. അത് എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ കാണേണ്ട ഒന്നാണെങ്കിലും ചിത്രത്തിൽ വയലൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം സിനിമകളോട് താല്പര്യമുള്ളവരാണ് ഈ ഒരു ചിത്രത്തെ സമീപിക്കേണ്ടത്. അല്ലാതെ ഉണ്ണിമുകുന്ദൻ്റെ മുമ്പുള്ള സിനിമകളെ കമ്പയർ ചെയ്തുകൊണ്ട് അത്തരം ഫീൽ ഗുഡ് സിനിമകളോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സിനിമകളോ ആയിരിക്കുമെന്ന് കരുതി ഈ ഒരു ചിത്രത്തെ സമീപിച്ച് നിരാശപ്പെട്ട് അത് പിന്നീട് ഭയങ്കര വയലൻസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ യുവാക്കളെ ബാധിക്കും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് സിറ്റുവേഷനൊട്ട് യോജിക്കുന്ന ഒരു കാര്യമല്ല. ഈ ഒരു പടം ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നില്ല യുവാക്കൾ ആദ്യമായിട്ട് കാണുന്ന ഒരു വയലൻസ് സിനിമയായിരിക്കും മാർക്കോ എന്ന്. ഉദാഹരണം പറയുവാണെങ്കിൽ 2-3 മാസം മുമ്പ് വന്ന കില്ല് എന്ന സിനിമ ഇന്ത്യ ഒട്ടാകെ ഭയങ്കരമായിട്ട് അറിയപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ആഘോഷിച്ച ഒരു സിനിമ കൂടിയായിരുന്നു. അതിനും കുറച്ച് മാസങ്ങൾ മുമ്പ് വന്ന ആനിമൽ അതുപോലെ തന്നെ വയലൻസ് ഉള്ള ഒരു ചിത്രമായിരുന്നു. അതും നല്ല രീതിക്ക് തന്നെ ആഘോഷിക്കപ്പെട്ട സിനിമകളാണ്. അതുപോലെ തന്നെ റോങ് ടേൺ, അതുപോലെ ഇന്തോനേഷ്യൻ ചിത്രങ്ങളായ റെയ്ഡ്, അല്ലെങ്കിൽ ഇന്തോനേഷ്യൻ ചിത്രങ്ങളെ കുറിച്ച് പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. അത്തരം സിനിമകളൊക്കെ നമ്മുടെ യുവാക്കൾ കണ്ടിട്ടുണ്ട്. മാർക്കോ അല്ല ആദ്യമായിട്ട് കാണുന്ന ഒരു വയലൻസ് ചിത്രം. അതുകൊണ്ട് തന്നെ അത്തരം സിനിമകൾ കണ്ടവർ ആ ഒരു രീതിയിൽ ഈ സിനിമയെ സമീപിക്കുള്ളൂ. നമ്മൾ സിനിമയെ സമീപിക്കുന്ന രീതിക്കാണ് ഇവിടെ പ്രശ്നം. വയലൻസ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നതിനുമപ്പുറം ആ സിനിമ നമുക്ക് എത്രമാത്രം ഒരു ആസ്വാദനം എന്ന നിലയിൽ സാറ്റിസ്ഫാക്ഷൻ നൽകി എന്നതിലാണ് പ്രാധാന്യം. ഇപ്പം ഇന്ത്യയുടെ കാര്യം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആനിമലിന് ഇവിടെ ഫാനുണ്ട്, അതുപോലെ തന്നെ കില്ല് എന്ന മൂവിക്ക് ഇവിടെ ഫാനുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ മാർക്കോ എന്ന സിനിമയ്ക്കും ഇവിടെ ഒരു ഫാൻ ബേസ് തന്നെ വരും. ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു കൾച്ചറാണ്. ഇതിനെ നമുക്കായിട്ട് മാറ്റാനൊന്നും പറ്റില്ല. ഓരോ സിനിമയെ നമ്മൾ സമീപിക്കുന്ന പോലെ ഇരിക്കും അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കാണുന്ന ഓരോ പ്രേക്ഷകരെയും സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നതിൽ സംശയമില്ല. പക്ഷേ ഇത്തരം കൊമേഴ്ഷ്യൽ സിനിമകളുടെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ആ സിനിമയെക്കുറിച്ച് വിട്ടു. നമ്മൾക്ക് ആ ഒരു അത്രയും സമയം നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുക എന്നതാണ് സിനിമയുടെ പ്രധാന ലക്ഷ്യം. അങ്ങനെ നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചെങ്കിലാണ് ആ സിനിമ വിജയിച്ചെന്ന് പറയുന്നത്. ആ ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയുടെ ഇൻഫ്ലുവൻസിൽ നമ്മൾ പുറത്തിറങ്ങി ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ആ സിനിമയെ നമ്മൾ സമീപിച്ച രീതിയാണ് തെറ്റിപ്പോയത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ നെഗറ്റീവ് അതിൽ പറയാൻ പറ്റും. പക്ഷെ നമ്മളൊരു സിനിമയെ സമീപിക്കുമ്പോൾ ജസ്റ്റ് ആ 2.5 മണിക്കൂറത്തെ ആസ്വാദനത്തിന് വേണ്ടി മാത്രമായിട്ട് ആ ഒരു സിനിമയെ സമീപിക്കുക. അല്ലെങ്കിൽ നമ്മുടെ സോഷ്യലായിട്ട് എന്തെങ്കിലും റെലവൻസ് ആയിട്ടുള്ള സബ്ജക്റ്റോ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ള സിനിമയാണെങ്കിൽ
അത് നമുക്ക് പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അല്ലെങ്കിൽ ഇത്തരം സിനിമകൾ നമ്മൾ ആ ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമ്മളെ തിയേറ്ററിൽ ഇരിക്കുന്ന സമയം, ആ ഒരു സമയം നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ചിലർക്ക് വയലൻസ് ഉള്ള സിനിമകൾ പിടിക്കില്ല, ഫീൽ ഗുഡ് സിനിമകളായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ അത്തരം ഡിഫറെൻറ്റ് ജേണറിലുള്ള സിനിമകളൊക്കെ ആയിരിക്കും താല്പര്യം. അണിയറ പ്രവർത്തകർ ആദ്യമേ തന്നെ പറയുന്നുണ്ട് ഇതൊരു എയറേറ്റ് ചിത്രമാണ്. പിന്നെ ഫാമിലി ആക്ഷൻ ത്രില്ലർ ചിത്രം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഫാമിലിയായിട്ട് ചിത്രം കാണാൻ വരുമ്പോൾ എല്ലാവർക്കും തന്നെ ദഹിക്കണമെന്നില്ല. അവിടെ ഒരു നെഗറ്റീവും ചിത്രത്തിന് വന്നേക്കാം. പിന്നെ കേരളത്തിന് പുറത്ത് ചിത്രത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നറിയാൻ വേണ്ടി അവിടുത്തെ പബ്ലിക് റെസ്പോൺസും റിവ്യൂസും ഒന്ന് നോക്കി. ഒരു കാര്യമില്ലാതെ വയലൻസ് കാണിക്കുന്ന ചിത്രം എന്നാണ് ഭൂരിഭാഗം ആളുകളും പറഞ്ഞത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം ഒരു കാര്യവുമില്ലാതെ വയലൻസ് കാണിക്കുന്നത് എവിടെയാണ് എന്ന്. അത്തരം കാര്യങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ജസ്റ്റ് ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി മാത്രം നോക്കിയതാണ്. അപ്പോൾ കണ്ടൊരു കാഴ്ചയായിരുന്നു അത്. മലയാളത്തിൽ ഇനി ഒരു ആക്ഷൻ ചിത്രം വരുമ്പോൾ കുറച്ച് പാടായിരിക്കും. കാരണം ഇനി ഈ ഒരു ചിത്രത്തെ മറികടക്കുന്ന രീതിയിൽ ഒരു ആക്ഷൻ പടം എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. ചിത്രം കണ്ട ഓരോരുത്തർക്കും അതെന്തുകൊണ്ടാണെന്നറിയാം. പ്രത്യേകിച്ച് അവസാനത്തെ ഒരു 20-25 മിനിറ്റ് ചിത്രം ഏത് ലെവലിലേക്കാണ് പോകുന്നത് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ആക്ഷൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. ആ ഒരു വയലൻസ് എത്രമാത്രം കൊടൂരമായിരുന്നു എന്നത് ചിത്രം കണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഇത്തരം ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ലൊരു പണി തന്നെയാണ് ഹനീഫിൻ്റെ ഭാഗത്തു നിന്നും കൊടുത്തിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ തന്നെ കിട്ടി. ചിത്രം നല്ലൊരു വിജയമായി മാറട്ടെ എന്ന് തന്നെ പറയാം. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.